എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതുപോലൊരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബാഗിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഹെൽഡ് ബാഗ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. നമ്മൾ തോളിലിടുന്ന സൈസല്ല കേട്ടോ, കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിക്കുന്ന പോലത്തെ ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതെങ്ങനെയൊന്ന് തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് കണ്ട് നോക്കാം കേട്ടോ. തയ്യലൊന്നും ഒട്ടും അറിയാൻ മേലാത്തവർക്ക് പോലും ഇതുപോലൊരു ബാഗ് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ സാരി തുണിയാണ് ഇന്നും ബാഗ് തയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സാരി തുണി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റിഫാണ് വെച്ച് തയ്ച്ച് വെച്ചിരിക്കുന്നത്. 3 പീസ് തുണി ഒരുമിച്ച് വെച്ച് നടുക്ക് സ്റ്റിഫും വെച്ച് തയ്ച്ച് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളെന്നും ബാഗ് തയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെ ചെയ്യണമെന്ന് പറയില്ലേ. ഇപ്പോൾ സ്റ്റിഫ് ഇല്ലാത്തവരുടെ അടുത്ത് നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൂടെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് 13 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെ 13 ഇഞ്ച് നീളത്തിലും 11 ഇഞ്ച് വീതിയിലും 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസ് തുണിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സൈഡിൽ നമുക്ക് ടേപ്പും കൊണ്ട് നമുക്കൊരു 2 ഇഞ്ച് വെച്ച് നമുക്കൊന്ന് അളവെടുക്കാം. 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളം കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് അവിടെ നിന്ന് സ്ക്വയറായിട്ട് വരയ്ക്കാം. അപ്പോൾ ഒരിടത്ത് ഇതുപോലെ വരച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്തിട്ട് ബാക്കി 3 സൈഡും കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു തുണ്ടെടുത്ത് വെച്ച് കറക്റ്റായിട്ട് ഒന്ന് അളവ് വരച്ച് കൊടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് ആ 4 സൈഡ് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ 4 സൈഡും കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു സിബ് വേണം കേട്ടോ, നീളമുള്ളൊരു സിബ് വേണം. നമ്മുടെ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് അവിടെ സിബാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സിബ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് നേരെ അങ്ങ് തയ്ക്കുക. ഇപ്പം ഇങ്ങനെ നല്ല വശം ആക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലൊന്ന് പതിച്ചുകൂടെ തയ്ക്കണേ. ഇനി ഇതേപോലത്തെ സെയിം ആയിട്ട് ഒരു പീസ് തുണിയും കൂടെ ഉണ്ടല്ലോ സ്ക്വയറായിട്ട് കട്ട് ചെയ്തേക്കുന്നത്, അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ സിബിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ നേരെ അങ്ങ് തയ്ക്കുക. എന്നിട്ട് ആ തുണി നല്ല വശമാക്കിയിട്ട് സിബിൻ്റെ ആദ്യം ഒരു സൈഡിൽ കൂടെ നമ്മൾ പതിച്ച് തയ്ച്ചില്ലേ, അതേപോലെ തന്നെ അടുത്ത സൈഡും അങ്ങനെ തയ്ക്കണം കേട്ടോ. ഇപ്പോൾ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് സിബ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു പോക്കറ്റ് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടി ചെറിയൊരു സിബ് എടുത്തിട്ടുണ്ട്. ആ സിബിന് നീളം കുറവായതുകൊണ്ട് ഞാൻ 2 സൈഡിൽ ചെറിയ വീതിയിൽ തുണി വെച്ച് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിബ് നമുക്ക് വേറൊരു തുണിയുടെ സൈഡിലേക്ക് തയ്ച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് തയ്ച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലെയിനായിട്ടൊരു തുണി എടുക്കുക. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണി എത്ര ഇഞ്ച് നീളം എത്ര ഇഞ്ച് വീതിയാണെന്ന് പറയാം കേട്ടോ. ഇതൊരു 8 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗത്തേക്ക് സിബ് വെച്ച് നേരെ തയ്ച്ച് വെക്കുകയാണ്. അപ്പോൾ നേരെ സിബ് തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ താഴ്ഭാഗം 2 സൈഡും മടക്കി നമ്മുടെ ബാഗിൻ്റെ താഴ്വശത്തേക്കായിട്ട് നേരെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിബിൻ്റെ മെയിൻ ഓപ്പൺ വരുന്നതിൻ്റെ താഴ്വശം സ്ക്വയറായിട്ട് കട്ട് ചെയ്തില്ലേ, ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിൻ്റെ താഴെ നിർത്തി വേണം നമ്മുടെ ഈ പോക്കറ്റ് നമുക്ക് തയ്ച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ടേപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഒരു വരയിട്ട് കൊടുക്കാം. അവിടെ നിർത്തി വേണം നമുക്ക് ഈ പോക്കറ്റ് റെഡിയാക്കാൻ. എന്നിട്ട് നമ്മൾ ആ സിബിൻ്റെ ഭാഗം എടുത്ത് ഇതുപോലെ അങ്ങ് നേരെ വയ്ക്കുക. നേരെ വെച്ചിട്ട് ആ സിബിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നേരെ തയ്ച്ചിട്ട് അതങ്ങ് താഴോട്ടാക്കിയിട്ട് അതിൻ്റെ 3 സൈഡും പിന്നെ തയ്ച്ചങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലൊരു പോക്കറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു പോക്കറ്റ് വരും കേട്ടോ. അപ്പം പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാഗിന് വള്ളി നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് 12 ഇഞ്ച് നീളം, 1/2 ഇഞ്ച് വീതിയിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത്. വലിയ നീളത്തിൽ വള്ളിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആ വള്ളി എടുത്തിട്ട് ഇതാ ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കണേ. അപ്പം വള്ളി ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. സിബിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ചാൽ വള്ളി തയ്ച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ 2 പീസ് കൂടെ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ 3 വശവും നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. ഇതാ ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നത് ഈ ഒരു വശം, പിന്നെ അടുത്ത സൈഡ്, പിന്നെ താഴെയുള്ള വശം കൂടെ ഒന്ന് തയ്ച്ച് വെക്കാം. അപ്പം ബാഗിൻ്റെ 3 സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് ചെയ്ത ഭാഗത്തെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്ലെയിൻ ആയിട്ടൊരു തുണി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നല്ല നീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടൊരു ചെറിയ വീതിയിലൊരു തുണി എടുത്തിട്ട് ഇതുപോലെ നേരെ വെച്ച് തയ്ക്കുന്നുണ്ട്. ഇതാ അപ്പോൾ നേരെ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് ചെറിയ വീതിയിലങ്ങ് മടക്കുക. ഇതാ ഇങ്ങനെ മടക്കുക. ഇപ്പം നമ്മുടെ തയ്യൽ തുമ്പ് കാണാൻ പറ്റത്തില്ല, നല്ല നീറ്റായിരിക്കും കേട്ടോ ബാഗിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത 2 സൈഡിലും കൂടെ അങ്ങനെ ഒന്ന് തയ്ച്ചാൽ നീറ്റായിരിക്കും ബാഗിൻ്റെ ഉൾഭാഗം. അപ്പോൾ അതേപോലെ തന്നെ 3 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്ക്വയറായിട്ട് 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഇതാ ഇങ്ങനെ എടുത്തിട്ട് 4 സൈഡും അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ തയ്ക്കണം. അപ്പോൾ 4 സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ള സിബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാഗ് ഇതുപോലെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ. നല്ല വശമാക്കി എടുത്തിട്ട് ഉള്ളിലേക്ക് നമ്മുടെ കൈവച്ച് നല്ല ഷേപ്പാക്കി കൊടുക്കുക നമ്മുടെ ബാഗ് കേട്ടോ. നല്ല അടിപൊളി ഒരു ബാഗാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 മൂലയും ഇതാ കൈവച്ച് ഇതുപോലൊന്ന് ആക്കി കൊടുക്കണം. അപ്പോഴത് നന്നായിട്ട് ആ ഷേപ്പായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനീ തയ്ച്ചെടുത്തിരിക്കുന്ന സാരി തുണിയിലാണ് കേട്ടോ. വേറെ നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ബാഗ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പോക്കറ്റ് ഉൾഭാഗത്തുണ്ട്. അതിനുള്ളിൽ നമുക്ക് പൈസയൊക്കെ വെക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ മേക്കപ്പ് സാധനമൊക്കെ ഈ ബാഗിൻ്റെ ഉള്ളിൽ വെക്കാം. നമുക്ക് ഈ പോക്കറ്റിനുള്ളിൽ നമുക്ക് പൈസയും വെക്കാം. അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് കയ്യിൽ പിടിച്ച് കൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് ഹെൽഡ് ബാഗ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബാഗ് ആരും തയ്ച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് വീട്ടിൽ മെഷീനുള്ളവർക്ക്. അപ്പോൾ ഈ ഹാൻഡ് ഹെൽഡ് ബാഗ് തയ്ച്ചത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.